അപ്പോൾ ഗൈസ് നമ്മൾ ഫിഷസിന് ഒരേ ഫുഡ് എല്ലാ ദിവസവും കൊടുത്താൽ അതതിൻ്റെ ഗ്രോത്തിനെ നല്ലോണം ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫുഡ് കൊടുക്കാൻ നോക്കുക. എൻ്റെ ഫാമിൽ ഞാൻ കൊടുക്കുന്നത് പ്രിൻസ്വിൻ, ആർട്ടിമിയ ഫ്ലേക്സ്, ആർട്ടിമിയ വിരീപിച്ച്, മൊയിന അങ്ങനത്തെ ഫുഡുകളാണ്. ഞാൻ അവിടെ 2 തരം ഫുഡ് കൊടുക്കലുണ്ട്. പെല്ലറ്റ് ഫീഡും ലൈഫ് ഫീഡും മാറി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കുറച്ച് ഓസ്കാർസിന് കാണാം. അപ്പോൾ ഇതൊരു 3 പേരുള്ള ഓസ്കാർസാണ്, സെയിലിനുള്ളതാണ്. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളുള്ള ഒറ്റ പീസ് വാഹയാണ്, 8 to 9 ഇഞ്ചാണ്. ഇതും സെയിലിനുള്ള തന്നെയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മീനുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പ്ലാറ്റീസ്, റെഡ് സോട്ടൈൽസ് അങ്ങനത്തെ ഒക്കെ ആണ്. അപ്പോൾ ഇതും സെയിലിനുള്ളതാണ്. കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ സെയിലുണ്ട്. ഓൾ ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ മിക്കി മൗസ് പ്ലാറ്റി ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്ലാന്റ്സും നമ്മളതിൽ കുറച്ച് സെയിലിന് അവൈലബിൾ ആണ്. ഇത് നമ്മളതിലുള്ള ബ്രൂഡാണ്, പ്ലാറ്റിനം റെഡിൻ്റെ ബ്രൂഡ്. ഇതിൻ്റെ ബേബീസ് അവൈലബിൾ ആണ്, 2 months ഉള്ള ബേബീസ്. ഇത് നമ്മളതിലുള്ള കുറച്ച് പർപ്പിൾ ബെറിയാണ്, ഹാഫ് മൂണാണ്. ഇത് നമ്മളുടെ ബ്രൂഡാണ്. അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആണ്. ഈ സെയിം സൈസ് തന്നെയാണ് അവൈലബിൾ. ഇത് നമ്മളുള്ള ഫുൾ ബ്ലാക്കിൻ്റെ ബേബീസാണ്, ഒരു 2 week ഒക്കെ ആയ ബേബീസാണ് കേട്ടോ. ഇതിൻ്റെ ബിഗ് സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മളുള്ള കുറച്ച് മിക്കി മൗസ് പ്ലാറ്റിൻ്റെ ബേബീസാണ്, ഒരു 10 പെയറോളം അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി. ഇത് ബേബീസാണ്, ഇത് സെയിലിനുള്ളതല്ല. ഇതിന് ബിഗ് സൈസാണ് സെയിലുള്ളത്, അഡൽട്ട് സൈസാണ് സെയിലുള്ളത്. ഇതും നമ്മളുടെ ഡാർക്ക് നൈറ്റിൻ്റെ ബേബീസാണ്, ഇത് സെയിലിനുള്ളതല്ല കേട്ടോ.